ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റവ വെച്ചൊരു ഉണ്ണിയപ്പമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-2.5 കപ്പോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 500 ഗ്രാമോളം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. 2 നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ശർക്കരയൊന്ന് ഉരുക്കിയെടുത്തുകൊണ്ട് വരാമേ. ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റവ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ പാലൊഴിച്ച് നമുക്ക് ഇതൊന്ന് കുതിർത്ത് വയ്ക്കാം. ഇളക്കി കൊടുക്കാം നമുക്ക്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇതങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ പഴം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. അതിൻ്റെ കൂടെ നമ്മളൊരു 7 ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ പഴം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ശർക്കര പാനിയും കൂടെ കുറച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ വെച്ച് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അതേപോലെ തന്നെ അരച്ചെടുക്കാം. നമുക്ക് ശകലം കൂടെ വെള്ളം വേണമെന്നെങ്കിൽ പാല് വേണമെങ്കിൽ ചേർത്ത് വെച്ച് അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടി പാല് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. മറ്റതും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്ത് വറുത്തിടാൻ വേണ്ടിയാണ്. നമ്മളതിന് വേണ്ടി തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് വഴറ്റിയെടുക്കാം. നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത ശേഷം നമുക്ക് നമ്മുടെ മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും എള്ളും ഇതിൽ ചേർത്തിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും കൂടെയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് ഇതിന്. റവയും പാലും ഏത്തപ്പഴവും ഒക്കെ കൂടെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമുക്കിത് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേഗത്തില്ല. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ആദ്യത്തെ ബാച്ച് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്.